ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷൂസ്കർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയ്, തുമ്പി പറയ്. സാധനല്ല, സ്വാഗതം. ഓ, അതേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എന്ത് പറഞ്ഞാൽ അത് റിപ്പീറ്റ് അടിക്കട്ടെ. പിന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചില്ലേ? ഓക്കെ, നിങ്ങൾ പഠിച്ചോക്കാടെ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി എന്താ അറിയോ? എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്നെ കാണൂല. ഇമാതിരി രണ്ട് PR വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ഇച്ചമ്പാമ്പോ എന്തെടുത്തിട്ട് ലൈക്ക് ഇങ്ങനെയാണ് ഇടുക. ഓക്കെ ഗൈസ്, ഇവരെ വർത്താനം കേട്ട് ഞാൻ ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അതാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. കാരണം ഇന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പ്രത്യേക തരം ഡേ ആണ് ഗൈസ്. കാരണം ഞാന് ആൾക്കാർക്ക് ഓണൂടെ വന്നോട്ടെ. അതാ ഈ ഇതിലേം വാ. രണ്ടാൾക്കാരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മക്കളെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല, വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് രണ്ടുപേരെയും വെച്ചിട്ട് എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. ഇവര് വായടച്ച് വെച്ചിട്ട് ഒരു സെക്കൻഡിക്ക് അവിടെ ആരെങ്കിലും ഉമ്മ വെക്കുന്നില്ല. രണ്ടാളും ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എന്നാലും ഇങ്ങനെ പോണ്ട. അപ്പൊ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കല്യാണി ഒരു 3-4 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പം നമ്മൾ പെയിൻ വരുമോ എന്നിങ്ങനെ, അതൊരു പ്രത്യേക അവസ്ഥയാണ് അല്ലേ. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ പെയിൻ മാറണേ ചിന്തിക്കും. പക്ഷെ ഡെലിവറിക്ക് മാത്രം പോയിട്ടുണ്ടെങ്കിൽ പെയിൻ വരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെയായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കേട്ടോ. തീർക്കാൻ വേണ്ടി പോയി വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് കല്യാണി ഇപ്പം അവർക്ക് ഡേറ്റ് വന്നിട്ട് May 2 ലാസ്റ്റ് സ്കാനിൽ കാണിച്ചെങ്കിലും 23 അവള് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇപ്പം മരുന്ന് വെച്ചു, ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് രാവിലെ കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും കട്ട എല്ലാവരും അങ്ങോട്ട് പോയി. ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിണ്ടെങ്കിൽ അവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നലത്തെ കൂടെ ഞങ്ങൾ പഠിച്ചു. ഇന്നലെ ഇവർ രണ്ടുപേരെ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇവരെയും കൊണ്ട് പോലും നടക്കൂല. അവരെ ഏൽപ്പിക്കണമെങ്കിൽ അമ്മ ലീവില്ല, പിന്നെ ആര്യക്ക് സുഖമില്ല. അപ്പൊ ഇവരെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും എന്തായാലും മാനേജ് ചെയ്യാൻ ആർക്കും പറ്റൂല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരാളെയൊക്കെ കൊടുക്കായിരുന്നു, പക്ഷെ മറ്റാളെയും കൊണ്ട് ലേബർ റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഞാനും ഇവർ രണ്ടുപേരും ഞങ്ങൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതാണ് ഞങ്ങളുടെ ലോകം. പിന്നെ ഇതിനുള്ളത് ഞങ്ങളെ ഗുസ്തിയാണ് മക്കളെ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനോ ഒരു വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. കുറേ പേര് പറഞ്ഞു ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യത് കാണാൻ ഇഷ്ടമാണെന്ന്. പക്ഷേ എനിക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നിരുന്നില്ല. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പൊ ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത് എപ്പോഴാ വെച്ചാൽ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാവിലെ എണീറ്റു, മോന് കഞ്ഞി കൊടുത്തുമ്പോൾ കഞ്ഞിയാണ് രാവിലെ കഞ്ഞി അല്ലല്ലോ, രാവിലെ കഞ്ഞി. ഹീസെ കഞ്ഞി. ഈ എവിടെ കഞ്ഞി കുടിച്ചു? ഇത്തിരി അല്ലേ കുടിച്ചുള്ളൂ? ഇച്ചിരി കഞ്ഞി കുടിച്ചു. പിന്നെ ഓള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവർക്ക് അത്ര കഞ്ഞി എത്ര ഇഷ്ടമല്ല. അപ്പം കഞ്ഞിയാണ് കേട്ടോ. താഴെ തുറ്റല്ലോ, തുറ്റോ? ചായ കുടിച്ചാൽ സുന്ദരിയാവോ? അപ്പൊ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ കല്യാണിന് അവിടേക്ക് ഫുഡ് കൊണ്ടാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എണീക്കുമ്പോഴത്തേക്കും തന്നെ അമ്മ കുറേയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വെച്ച കുറച്ച് മീൻ പൊരിക്കല് അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തീർത്ത് വെച്ചു. പിന്നെ അതാ മുകളിലേക്ക് വന്നു. ഇവർക്കൊക്കെ ഫുഡ് കൊടുത്ത് ഞാനും ചായ കുടിച്ച് മുകളിൽ വന്നു. പിന്നെ അതാ അവർ രണ്ടുപേരും കുളിപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നിയതാ ഓക്കെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന്. അങ്ങനെ അപ്പൊ അടുക്കളയിലെ പണിയൊക്കെ എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു. അവർക്ക് ഫുഡ് കൊണ്ടുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ അല്ലേ തുമ്പമ്മ? അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വീഡിയോ എടുക്കാണ്. എന്താ എക്സ്പ്രഷൻ അല്ലാത്ത? വീഡിയോ എടുക്കാണ്. തുമ്പമ്മ
ഇതും കൂടെ പറഞ്ഞു കൊടുക്ക്. ഹലോ ഗൈസ്. മോൾ എന്താ വീഡിയോയിൽ പറയല്? പറയ്. ഹലോ ഗൈസ്, നമ്മള് വീഡിയോ എടുക്കാൻ പോവാ. ഫ്ലാഷ് ഓൺ ആക്കി ഓളെ തിരിച്ചു വെച്ചാൽ ഓളതാ പറയാ കേട്ടോ. അടുത്ത യൂട്യൂബറാണ്. പിന്നെ എന്ത് ലൈക്കാണോ ഉദ്ദേശിച്ചത്? ആ കുഞ്ഞാ, നമ്മളെ കല്യാണീന്റെ ബേബി വരൂലേ? അപ്പൊ തുമ്പി അല്ലൂസും ചേച്ചിയും ചേട്ടനും ആവൂലേ? അത് ആരെ ബേബിയാണ്? ആണോ? തുമ്പീന്റെ ബേബി അല്ലല്ലോ. അല്ലൂട്ടന്റെ തുമ്പീന്റെ ബേബി അല്ലേ? തുമ്പീന്റെ ബേബിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക്. ആണോ? തുമ്പിന്റെ ബേബിന്റെ പേരെന്താ? പൂമ്പത്ത. ഞങ്ങളിവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞനാവണമെങ്കിൽ ആ പേരൊന്നും ഇവിടെ ഉദ്ദേശിച്ചില്ല കേട്ടോ. പക്ഷെ ഇവള് ആദ്യം തൊട്ട് എങ്ങനെ, അവള് തുമ്പിയാണല്ലോ. അപ്പൊ ഞങ്ങൾ തമാശക്ക് പറഞ്ഞാൽ അതിനെ പൂമ്പാറ്റാന്നാണ്. പിന്നെ അവളത് സീരിയസ് ആക്കി എടുത്ത് അവള് കുഞ്ഞിനെ പൂമ്പാറ്റാന്ന് വിളിക്കുന്നത്. കാരണം ഇവിടെ കണക്കിൽ അതൊരു ഗേൾ ബേബിയാണ് കേട്ടോ. അല്ലൂസിന്റെ കല്യാണി ചെറിയമ്മേന്റെ വാവ ബോയ് ആണോ ഗേൾ ആവണോ? അതെന്തിനാ? കണ്ടോ, ഓന് ബോയ് ആവണത്. നമുക്കൊക്കെ ചെറിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഗേൾ ആവണം എന്നുള്ളത്. അപ്പൊ ഇവക്ക് അത് പൂമ്പാറ്റയാണ്. അപ്പൊ ഇവക്കും ഗേൾ ആണല്ലോ. പക്ഷെ അല്ലൂസ് മാത്രം ഡെയിലി പ്രാർത്ഥിക്കും, ഈശ്വര അതൊരു ബോയ് ആവണം, എനിക്ക് കളിക്കാൻ വേണ്ടിട്ട്, അല്ലൂട്ടന് കളിക്കാൻ വേണ്ടിട്ട് അതൊരു ബോയ് ആവണം കേട്ടോ. അങ്ങനെ അപ്പൊ എന്ത് ആവുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയാൽ മതി. ഓ ആണോ? ഗേൾ ആയാലും കുഴപ്പമില്ല അല്ലേ? ഇത്രയും ദിവസം ബോയ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ആ ബോയ് ആണെങ്കിൽ ബോയ് ഏതാണെങ്കിലും ഞങ്ങക്ക് വാവേന മതി അല്ലേ? മോള് പൂമ്പാറ്റയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും? മോള് ബേബിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും പറഞ്ഞേ. അയ്യോ മോളെ കാണില്ല, പറഞ്ഞെടുക്ക്. ഞാൻ കരയോ? ബേബിക്ക് എന്താ മോള് ചെയ്തു കൊടുക്കാ പറയ്. അപ്പി കഴുകി കൊടുക്കും കൈസോള്. പിന്നെ മാമു കൊടുക്കൂ. പിന്നെന്താ? ആ മാമിന്റെ കൂടെ തൊട്ട് കൂട്ടാൻ വരക്ക് ഫോൺ ഉണ്ടല്ലോ, അതുകൊണ്ട് കുട്ടിക്ക് ഫോൺ കൊടുക്കും. പിന്നെ ഒക്കെ കൊടുക്കും കൈസോള് ബേബിക്ക്. ഓളെ ബേബി ആണല്ലോ. അടക്ക് അല്ലേ തുമ്പ? കൊടുക്കൂലേ? ഓക്കെ, അപ്പൊ ഇനി എന്റെ വലിയ ടാസ്ക് എന്താ പറയാ, കുളിക്കാൻ പോലെ. കുളിക്കുന്നത് ആർക്കും ഒരു ടാസ്ക് ആയിരിക്കില്ല, പക്ഷെ എന്നെ അപേക്ഷിച്ച് വലിയൊരു ടാസ്ക് ആണത്. കാരണം ഇവരെ രണ്ടെണ്ണത്തിന് കുളിപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ കുളിക്കാൻ പോണത്. ഒരു 10 വട്ടെങ്കിലും ബാത്റൂം നേന്തി നോക്കേണ്ട അവസ്ഥയാണ് എന്റേത്. കാരണം ഇവരെന്താ ഒപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തുമ്പി ഇവിടുന്ന് ഒച്ചനാക്കരുത്. തുമ്പി ഇവിടുന്ന് കളിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് കട്ടിലിന് മുട്ടിയിട്ട് കണ്ടോ ഗൈസ്, സ്ഥല കണ്ടോ? ഇവിടെ ഒരു കുഴി പോലെ ആയിരുന്നു. എനിക്ക് പേടിച്ചിട്ട് ഞാൻ കുറെ ഒഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ക്ലിയർ ആയത്. എന്നാലും ആരും ഇവിടെ അല്ലല്ലോ ആ സമയത്ത് അത് പറ്റുന്നത് മിനിഞ്ഞാന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറ്റിച്ചാൽ ഇവർ മിണ്ടില്ല. ഇവർ രണ്ടാളും കൂടെയാണ് ഒപ്പിച്ചെങ്കിൽ ഇവർ മിണ്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് രക്ഷയുള്ളൂ. ഇല്ല ഇവർ മിണ്ടാണ്ടിരിക്കുക, അല്ലെ ഇവർ തമ്മിൽ അടികൂടും. ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് കുളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ആദ്യം അമ്മ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല, അമ്മേനെ അടുത്താക്കി ഞാൻ കുളിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് പോരായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ ഇളയമ്മ ഉണ്ട് കേട്ടോ. പക്ഷെ ഇളയമ്മ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇളയമ്മയ്ക്ക് തിരുമ്പാനും കുളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇളയമ്മ ഫ്രീ ആയിരിക്കില്ല ഈ സമയത്ത്. അപ്പം ഇവരിവിടെ വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് പോയി കുളിക്കുക, അതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലേ തുമ്പ? അമ്മ കുളിച്ച് വരുമ്പോ കുട്ടികൾ അടങ്ങിയിരിക്കോ? തുമ്പി ചേട്ടന്റെ കൂടെ അടങ്ങി സുന്ദരിയായിട്ട് ഇരിക്കോ? ഇരിക്കൂ സത്യം? സത്യം ചേട്ടന്റെ അടുത്ത് ഇരിക്കൂ. കുഞ്ഞു ആരെ പൊന്നാ? അല്ലൂച്ചോ? അല്ലൂച്ചിന്റെ പൊന്നോ? അല്ലൂച്ചു അമ്മേന്റെ പൊന്ന്, തുമ്പി അമ്മേന്റെ പൊന്ന്, ദന്തു അമ്മേന്റെ പൊന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ അല്ലൂസ് പോയി വെള്ളം കുടിക്കട്ടെ, ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് വരാം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കാണ്. അപ്പൊ കാണാം തുമ്പി പറ കാണാം. അമ്മ കുളിച്ചു വന്നിട്ട് തുമ്പിനെ സുന്ദരിയാക്കി തരട്ടെ. അന്ന് തുമ്പിനെ നമുക്ക് കുഞ്ഞുവാവിയാക്കാം അല്ലേ? പൊട്ടൊക്കെ തൊട്ട് ഇവിടെ കുറ്റൊക്കെ തൊട്ട് കുഞ്ഞു ബേബി ആക്കി തരട്ടെ. ഓക്കെ അമ്മേ പറ. ഓക്കെ. സെറ്റ് ലൈക്ക് ചെയ്യാ കേട്ടോ. കുട്ടി ഇങ്ങനെ പറയുമ്പോ ലൈക്ക് ചെയ്യാതെ പോയാലുണ്ടല്ലോ അമ്മേ ഭീഷണിപ്പെടുത്തി ലൈക്ക് ചെയ്യിക്കുന്നോ? ലൈക്ക് ചെയ്തില്ല തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നതാണ് അവള് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഭീഷണി ഒന്നും വേണ്ടട്ടെ പൊന്നാ, പാവല്ലേ? അമ്മേന്റെ കൂടെയാ. അമ്മ പോയി കുളിച്ചട്ടെ. ഓക്കെ ഗായ്സ്, നമുക്ക് കാണാം. ഞാൻ കുളിച്ചു വരട്ടെ.
ഗൈസ് അപ്പൊ കുളി കഴിഞ്ഞു. പിന്നെ ഈ ഒരു നൈറ്റിയില് ഇതൊരു ഫ്രോക്ക് നൈറ്റി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ശരിക്കും ഒരു ടോപ്പിന്റെ ഒരു ലുക്ക് ഉണ്ട്. ഈ ഒരു സംഭവം നമുക്ക് ദക്ഷ് ബൊട്ടിക്ക് സെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ദക്ഷ് ബൊട്ടിക് എന്നുള്ള പേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കുളി കഴിഞ്ഞ് വന്നപ്പം എന്റെ മെയിൻ പരിപാടി ഇതാ, ഫസ്റ്റത്തെ പരിപാടി ലിപ് ബാം. എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നിയിട്ടുണ്ട് ഈ ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. സമേത ഇൻസ്റ്റയുടെ പേജാണ്, അവരടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് വാങ്ങിച്ചാണ് കേട്ടോ അത്. അവിടുന്ന് മൂളൽ എന്തിനാ അറിയോ, ഇത് ഇട്ട് കൊടുക്കാനാ. ഇത് ഞാൻ ഈ കയ്യിലാക്കുന്നിട്ട് ഈ കൈ കൊണ്ട് അവർക്ക് ഇട്ട് കൊടുക്കും, എന്നിട്ട് അവളെ ഞാൻ പറ്റിക്കും. സൂപ്പർ. ഇത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നാച്ചുറൽ അല്ല, ആയുർവേദിക് അല്ല. പക്ഷെ എന്നാലും ഞാൻ അവൾക്കൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ഫോണിൽ നോക്കിയാലും അങ്ങനെ തന്നെ, നമ്മൾ സുന്ദരിയാ. ഇതൊരു ലൈറ്റ് ഷെയ്ഡ്, ചില ഓവറല്ല, എന്നാലും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ഒരു എന്താ പറയാ, ഒരു മോയ്സ്ചറൈസിങ് എഫക്ട് ഉണ്ടാവും. ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ്, മീൻസ് എന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇടും കേട്ടോ. അപ്പൊ അധിക ദിവസം തുമ്പി അച്ഛനൊക്കെ മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും എന്ന് പറയുന്ന പോലെയല്ല. അമ്മ പറഞ്ഞത് കേട്ടില്ല, അമ്മയ്ക്ക് ദേഷ്യം വരും. കേട്ടോ തുമ്പി? ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ കുട്ടിക്ക് അത് മാത്രമേ അറിയുള്ളൂ ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് ക്രീംസ് കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒക്കെ ചെയ്യൂര്. തുമ്പി മിണ്ടാണ്ടിരിക്കും. ചിലരൊക്കെ നമുക്കിപ്പോ വീട്ടിൽ നിന്ന് ക്രീം ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീം ഉണ്ടാവും. അവളെ കൊണ്ട് വല്ലാതെ പേരുക്കൾ ആയാലൊക്കെ ഇവക്ക് ഇങ്ങനെ നടക്കത്താല് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഇതൊന്നും എവിടെയാന്നുള്ള കാണൂല കേട്ടോ. ഫുള്ള് ഓരോ വഴിക്കായിരിക്കും. പിന്നെ അവക്ക് ഞാനിപ്പം ഇങ്ങനെ ഒട്ടിക്കണ പൊട്ടം തൊട്ടെടുക്കാറില്ല അധികം, കാരണം ഇവളത് എടുത്ത് തിന്നാണ് ഗൈസ്. അപ്പൊ എന്നാലും ഞാനത് കണ്ടുപിടിച്ചതിന് ശേഷം ഐലൈനർ കൊണ്ടൊക്കെ പണ്ട് ഇവള് വരയ്ക്കാറില്ലായിരുന്നോ, അതുപോലെയൊക്കെ വരച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം അല്ലാണ്ട് ഇങ്ങനത്തെ പൊട്ടൊന്നും ഒക്കെ യൂസ് ചെയ്യാറില്ല. നോർമലി ഞാൻ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ തുമ്പീന്റെ ബേബി പൗഡർ ഒക്കെ എടുത്തിടും. പിന്നെ എന്തെങ്കിലും ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ BB ക്രീം യൂസ് ചെയ്യും കേട്ടോ, മേക്കപ്പ് ചെയ്യണം എന്നൊരു അവസ്ഥ വരുമ്പോൾ. ഓക്കെ, അപ്പം എന്റെ പരിപാടി കഴിഞ്ഞു. കണ്ണെടുത്തത് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ കൺമഷി കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് കണ്ണെഴുതാൻ പറ്റില്ലല്ലോ. നീ ഇപ്പൊ തുമ്പീനെന്ന് ഒരുക്കി വെക്കട്ടോ. അങ്ങനെ ഓരോ ഇരിക്കുന്നില്ല, എന്നാലും ഒരു ആഗ്രഹത്തിൽ ചില സമയത്ത് അങ്ങനെ തോന്നും, അവളങ്ങനെ ഒരുക്കണം. കുഞ്ഞുവാവടെ പോലെയൊക്കെ കൊണ്ടിറക്കും, അപ്പൊ എനിക്കിഷ്ടമാണ് അങ്ങനെ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. കൺമഷി കിട്ടി കഴിച്ചു, അതിന്റെ കൂടെ കുറച്ച് പൗഡർ കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. പക്ഷേ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ആയില്ല ദൈവമേ. നീ നിന്റെ വാഴനെ കാണിച്ചപ്പോ എന്റെ മുഖം ഒന്ന് ശരിയാക്കട്ടെ. വേണ്ടായിരുന്നു പുല്ല്. ഓളെ കയ്യിൽ ഓള് വാവുണ്ട് ഗൈസ്. ഞാൻ കൺമഷി കുറെ കാലങ്ങളായിട്ട് ഹിമാലയ തന്നെയാട്ടോ യൂസ് ചെയ്യാറ്. അവളെ വാവനെ കണ്ടില്ലേ ഗൈസ്? എന്ത് പറ്റിച്ചോ? നിങ്ങൾക്ക് ആർക്കാൻ തോന്നിയിട്ടുണ്ടോ? പണ്ട് നമുക്ക് വലിയ കണ്ണായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണൊക്കെ ചെറുതായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി തുമ്പി വർത്താനം പറയണേ, തുമ്പിനെ റൂമിൽ നിർത്ത് പുറത്തേക്ക് എറിയും. എറിയണോ? എന്നാ അവിടെ മിണ്ടാണ്ടിരിക്കി. എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? ചെക്കൻ പിന്നെ ഞാൻ പറഞ്ഞ അനുസരിക്കും ഗൈസ്, ഈ സാധനത്തിൽ പേടിയില്ല. ഓളോട് എന്താ പറഞ്ഞ, ഓൾ എന്നോട് ഇങ്ങോട്ട് പറയുന്നതല്ലാണ്ട് ഞാൻ പറയണോന്ന് ഈ സാധനം കേൾക്കില്ല. പക്ഷെ എന്റെ അല്ലോട്ടൻ അങ്ങനെ കേട്ടോ, അവന് അടിയും വേദനയൊക്കെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ പറയുമ്പോൾ പോകാൻ കേൾക്കാറുണ്ട്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴല്ല. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാലേ, പണ്ടിക്ക് നല്ല ഉണ്ട കണ്ണായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇടയായിട്ട് എന്റെ കണ്ണ് നന്നായി ചെറുതായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സമാധാനത്തിന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ തന്നെ പറയും. എന്നോടെ കളി അടിച്ച് ശരിയാക്കി ഞാൻ. അമ്മ ആരാ? എൻജോയ് ആയിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ വന്ന എൻജോയ് ചെയ്യാ. എന്റെ അമ്മേനെ പറയണ്ട കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഗൈസ് അങ്ങനെ? കണ്ടോ എന്റെ കുട്ടികൾ ഇന്നെ വല്ലാണ്ട് ഇമിറ്റേറ്റ് ചെയ്യാണോ ട്രോളാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. വൺ ട്രോളാണെന്ന് തോന്നുന്നു കുട്ടികള്. ഒരു അമ്മയുടെ കുട്ടീനെ അമ്മ ഒരുക്കി ഗൈസ്. നമുക്ക് നമ്മളെ കുഞ്ഞുവാവേനെ ഒരുക്കാട്ടോ. നമ്മുടെ തുമ്പി കുഞ്ഞാവേനെ അമ്മ ഒരുക്കുകയാണ് ഗൈസ്. തുമ്പി കുഞ്ഞാവേ ബേബി. അവളെ കൊഞ്ചാണ് കേട്ടോ, അവള് ബേബി ആയി. അമ്മയുടെ കുഞ്ഞാവീ. കയ്യൊക്കെ കുടിക്കണ്ടോ? കാലി കൊടുക്ക്. നോക്കട്ടെ.
ഞാൻ വല്ലപ്പോഴും ഇട്ടോ ഇവക്ക് അങ്ങനെ ഞാൻ കണ്ണൊന്നും അങ്ങനെ എഴുതിച്ചില്ല കേട്ടോ. അതിന് വേണ്ടി എന്റെ അല്ലൂട്ടനെ ഞാൻ ഒരുക്കി കരിപ്പെട്ടിയായിട്ട് എന്നെ കൊണ്ടുനടക്കല്. അപ്പൊ ഇവിടെ ഇളക്കല്ലേ 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 അപ്പൊ ഇവിടെ വന്നിട്ടൂടെ ആടക്കട. അല്ലൂസിനെ ഞാൻ ഓർമ്മ ഉണ്ടോ ഗൈസ്? ചെറുപ്പത്തില് ഭയങ്കര ഞാനിങ്ങനെ ഫുള്ള് കണ്ണൊക്കെ വാരിട്ട് എഴുതി പിരികൊക്കെ എഴുതി കുട്ടീനെ അങ്ങോട്ട് അതാക്കുമായിരുന്നു. പക്ഷെ തുമ്പമ്മ ഒരു പെൺകുട്ടീനെ കിട്ടിയപ്പോ പിന്നെ എനിക്ക് പിന്നെ തോന്നുന്നു അങ്ങനെ ഓവർ ഒരുക്കണ്ട അങ്ങനെ ഇടണ രസം. അങ്ങനെയാണ് അവൾ അധികം ഒരുക്കാറില്ല കേട്ടോ. ഈ പിരികെഴുതുന്നത് എനിക്ക് ശരിയാവില്ല. ആര്യയൊക്കെ പിരികെഴുതുമ്പോൾ നല്ല വൃത്തിക്കാവും. അതിന് ആര്യക്ക് ഇവിടെ നന്നായി വെച്ചു കൊടുക്കൂട്ടോ. എനിക്ക് അങ്ങനെ വെച്ചിരുന്നില്ല ഗൈസ്. നമുക്കൊരു നന്ദിയില്ല. ഒന്നില്ല ഞാൻ നിന്നെ എത്ര കഷ്ടപ്പെട്ട് പ്രസവിച്ചാടി. നന്ദി ഉണ്ടോ നിനക്ക്? ഓ ഏടെ ഞാൻ കാണല്ലോ. നമുക്ക് ആര്യനെ കിട്ടിയല്ലേ പിന്നെ നമ്മളൊന്നും വേണ്ട കേട്ടോ. ഭയങ്കരയാണ് ഇവൾ അല്ലേ? അല്ലോ ഒന്ന് മൂത്തല്ലേ എഴുതല്ലേ ഉണ്ടോ? എനിക്കറിയാം. ഓ ഓളിപ്പോ അവസാനം ദിഗംബരനാവും ഗൈസ്. അമ്മേനെയോ ചേട്ടനെ അടിച്ച് ശരിയാക്കണോ അല്ലേ? ഉണ്ടോ കൊട്ടേഷൻ വരെ തന്നു തുടങ്ങി ഇവള് കുറച്ച് കഴിയുമ്പോ ആരാവൂ? ഇളക്കരുത് ബേബി ഇളക്കരുത് കേട്ടോ. ബേബീസ് ഒന്നും അങ്ങനെ ഇളക്കില്ല മോളെ. അല്ലു ഇളക്കല്ലടോ. അല്ലൂട്ടാ ഇളക്കല്ലേ. ഒരു കോള് വരുന്നുണ്ട് ഗൈസ്. അയ്യോ കല്യാണിയുടെ അവസ്ഥ ഇപ്പൊ എന്താണോ എന്തോ. ലേബർ റൂമിന്റെ ഉള്ളിൽ കയറ്റിയല്ലേ. ഓരോരോ അവസ്ഥ. ഞാനിങ്ങനെ അവിടെ പോകുമ്പോ ഒക്കെ ഫുള്ള് ഇങ്ങനെ ആലോചിക്കുന്നത് അല്ലൂസിനെ ഞാൻ പ്രസവിക്കാൻ പോയ സമയം. എനിക്ക് പൊന്നേ അങ്ങനെ പറയാ. ഈ അവിടെ കൂത്ത് തന്നിട്ട് ഒരു നീളങ്കോലി ഒരു മെലിഞ്ഞൊട്ടി ഒരു തൊഞ്ചപ്പേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് വഴി പറഞ്ഞത് മോനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങോട്ട് പോരിന്ന്. ഇവനാ അവിടെ കുത്തിരിക്കുക. ഞാൻ എന്താക്കാനാ എങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ പ്രസവിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ഇവിടെ കുത്തുന്ന് പറഞ്ഞോ. നിന്റെ കഷ്ടപ്പാടിക്കല്ലേ അറിയുള്ളൂ. നോക്കട്ടെ നോക്കട്ടെ പിരിക്കാൻ കാണിച്ചോട്ടെ. കണ്ടോ നമ്മള് ബേബിനെ കണ്ടോ ഗൈസ്? അയ്യോ കൊഞ്ചി ഇനി ഇവിടെ കിടക്ക്. നമ്മുടെ കുഞ്ഞന് ഓ വേണേ ഇനിയും കുടിക്കോള്. കുറച്ചൊരു കൊഞ്ചിക്കുട്ടി അവള്. ചില സമയം എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറാനാ തോന്നുന്നത്. വികൃതിന്റെ ഉസ്താദ്. ഞാൻ ഉച്ചണ്ട അമ്മ ഇത് പൊച്ചൊത്തി ഇളക്കല്ലേ. അവനാണ് വലിയ ഉസ്താദാണ് ഇതൊക്കെ പറഞ്ഞതേ. ഇളക്കല്ല ഇളക്കിയാ പോയിട്ടോ. അല്ലോ അയ്യോ ഇളക്കല്ലേന്ന്. ആരെവിടെയോ അനാവശ്യം പറയുന്നത്. വൈശാഖിനെ പോലെയുള്ളു. മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടും കൂടല്ല. അച്ഛനെ പോലെയാ അമ്മനെ പോലെ. അയ്യോ നനങ്ങാതെ നിക്കുവോ? ഞാനൊരു വലിയ പൊട്ടാട്ടോ തൊട്ടത്. അല്ലു മോനെ എന്താ മോനെ അമ്മയുടെ കുട്ടിയല്ലെന്ന് അടങ്ങിയിരിക്കുക. അളക്കല്ലല്ലോ അമ്മനെ. അല്ലൂന് ഇപ്പൊ അടി കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഒന്ന് ക്യാമറ കട്ട് ചെയ്തിട്ടൊന്ന് പോയി 2 കൊടുത്തിട്ട് വരട്ടോ. അടങ്ങിയിരിക്കും. അതെ ഇടക്കരുത്. അവിടെ നിക്കമ്മ കുഞ്ഞന് മോളെ തൊടരുതേ. അപ്പേ എന്നല്ലേ നിങ്ങളെ കുട്ടികളൊക്കെ അഞ്ഞാഞ്ഞു ചോദിക്കാറുണ്ടോ ഗൈസ്? ഇവിടെ പാലൂടെ എപ്പോഴും നിർത്തിണ്ടോ? കുടിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും ചില സമയമൊക്കെ അങ്ങനെ ചോദിക്കും. അഞ്ഞാഞ്ഞു വേഞ്ഞം ഇങ്ങനെയൊക്കെ ചോദിക്കും ഗൈസ്. അവള് ആരാ മോള്? ഭയങ്കര സുന്ദരനെ. അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യട്ടോ. ഞാൻ ലേബർ റൂമിന്റെ ഉള്ളിൽ കയറിയ സമയമൊക്കെ ഞാൻ ആലോചിക്കാം. ഇന്നലെ കല്യാണിന്റെ കൂടെ അവിടെ പോയി നിന്നപ്പോ എനിക്ക് ഓരോരുത്തർ കാണുമ്പോൾ ചിന്നെ കണ്ട പോലെ തോന്നുന്നു. പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ പ്രസവിക്കാൻ പോയ സമയത്ത് ഞങ്ങളോട് നടക്കാൻ പറയും. ഭയങ്കര നടക്കണം അതാക്കണം എന്നൊക്കെ. ഇനിയിപ്പോ ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ഡോക്ടേഴ്സ് പറയാനിട്ടാണോ ഞാൻ ചെയ്യാനിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആരും നടക്കണമെന്നൊന്നും കാണാനില്ല. ഞാനൊക്കെ വാർഡിൽ അറഞ്ചം പുറിഞ്ചോ നടക്കലേ. എന്റെ അമ്മയ്ക്ക് എന്നെ ചീത്ത പറയുന്നു. ഏത് ഭാഗത്തേനും കുട്ടി കുത്തല് ബ്യൂട്ടി കുത്ത് ഏതൊരു ഭാഗത്തേനും കുത്തുണ്ട് ഗൈസ്. വിച്ച് ഭാഗം? നോ ദിസ് ഏതോ ഭാഗത്തേനും കുത്തുണ്ട്. ഏത് ഭാഗത്തേനും കുത്തിയാ പോരെ അല്ലേ തുമ്പിയെ? അതൊക്കെ ഇല്ല 2 ഭാഗം കുത്തിയേക്കാൻ കുട്ടിയാരത്? അയ്യോ എന്റെ ബേബി മോളാണിത്. അടക്കെ ഓവറാക്കല്ലേ അമ്മ. അത് ശരിയാക്കിക്കാട്ടെ. ഓക്കെ ഗൈസ്. അമ്മേ അയ്യോ അങ്ങോട്ട് പോകുമ്പോ ഈ കുട്ടി ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഗൈസ്. അയ്യോ എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയതാണോ? നമ്മുടെ സ്വന്തമണിയാണ്. ആയില്ലടാ നീ കണ്ണെഴുതട്ടെ. നമ്മുടെ കുട്ടിക്ക് കണ്ണെഴുതട്ടെ ഗൈസ്. അതൊരു സുന്ദരി മോളായണ്ട് സുന്ദരികളെല്ലാരും കണ്ണെഴുതാൻ വെച്ചരും കേട്ടോ. തുമ്പി നല്ല സുന്ദരിയാ. അതുകൊണ്ട് തുമ്പി വെച്ചരും ഗൈസ്. നോക്കിക്കോ. നിങ്ങൾ ചോദിക്കാറുണ്ട് തുമ്പീനെ ഒരുക്കണ വീഡിയോ ഇടുവന്ന്. ഇമാതിരി അൽക്കുലത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇപ്പോൾ തുമ്പീനെ ഒരുക്കാറ് കേട്ടോ. അവളിങ്ങനെ സുന്ദരിയാന്ന് പറഞ്ഞാൽ അവള് വെച്ചരും ഗൈസ്. ഇല്ലെങ്കിൽ എന്തൊക്കെ പറയണം. അയ്യ
സുന്ദരിയേ സുന്ദരിയേ സുന്ദരിയാവണ്ടേ. നോക്കട്ടെ നോക്കട്ടെ പിന്നെ അമ്മ നോക്കട്ടെ. മോളെ ഇച്ചിരിയൂടെ ആവാണ്ടേനു. ഇവളൊന്നുകൂടെ വെക്കല്ലേ. കണ്ടോ ഓള് ഞാൻ പറഞ്ഞൊക്കെ കേൾക്കുന്നു. നോക്കിയോ ഗൈസ്. മോളെ കണ്ടു തോർക്ക്. കണ്ടോ എന്നിട്ടാ അമ്മ ഇങ്ങനെ ആക്കട്ടെ. കണ്ടോ ഇങ്ങനെ നല്ലൊരു മോളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എനിക്കും കാണാൻ പറ്റില്ല ചില സമയം. പുതിയ സഡി ഇട്ട് കൊടുക്കാൻ ഞാൻ നന്നായി. അതും കാണിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അല്ലേ. അല്ലെങ്കിൽ അല്ലൂസൊരു സുന്ദരനാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ സുന്ദരനല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാരും ഭയങ്കര സൗന്ദര്യബോധാ. ഇവരെ അച്ഛൻ പിന്നെ പറയാൻ വേണ്ട. എന്താ രമണ പോട്ടാ. എന്റെ അച്ഛന്റെ ഓരോ വൃത്തിയുടെ സുഖമൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാ വണ്ടിന്റെ വളച്ച്. പിന്നെ മൂപ്പര് വലുതൊന്നും പറയില്ലല്ലോ ഇപ്പൊ. എന്താണാവോ അച്ഛനെ വിളിച്ച് ചോദിക്കണോ അല്ലേ? ഇത്രയും സുന്ദരി ഒരു ഭാര്യനെ കിട്ടിയൊരു വാക്ക് പറയണ്ടോ? അടക്കടി ഇങ്ങോട്ട് നോക്കട്ടെ. മാലിടട്ടെ. അതൊക്കെ എന്റെ അച്ഛന് മനസ്സിലാവണ്ടേ മോനെ. ഇളക്കല്ലേ. ഇത് എന്താ ഇത് വാലൊക്കെ എല്ലാം അയക്കും. നീ ഒന്ന് അനക്കാതിരിക്കും. നോക്കട്ടെ മോനെ. അമ്മ നോക്കട്ടെ. ഓ രണ്ട് രീതിയിലായിരുന്നു. രണ്ട് വാല് രണ്ട് രീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സാധാരണ മങ്ങൾക്ക് ഒരു വാലിടുള്ളൂ. മുമ്പ് കണ്ണിന് രണ്ട് വാലിടുള്ളൂ. രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല. പിസ് പാക്കല്ല പൊട്ട. 6 പാക്ക് ഫാമിലി പാക്കാ. ആ എല്ലും കൊട്ടം ഇങ്ങോട്ട് കാണിച്ചാ മതി. എന്താന്നറിയില്ല. അല്ലും തുമ്പി അതേട്ടോ. 2 പാറ്റകളാ. എന്ത് കഴിക്കാൻ കൊടുത്താലും എന്തായാലും ഈ ഒരു പക്ഷെ ചിലവര് പറയും ഇതാ നല്ലത്, കൊറേ തടി എന്തിനാ എന്നൊക്കെ പറയും. അങ്ങനെയല്ല. എന്നാലും വന്ന് ഈശ്വര കുമ്മായത്തിൽ വീണ അവസ്ഥയായിരുന്നു. എന്നൊക്കെ എടുത്തിരിക്കാൻ പറ്റൂ. നോക്കട്ടെ മോളെ. നോക്കൂ. അയ്യാ അയില്ലട്ടെ. ഞാൻ ഈ പൗഡറൊക്കെ തുടച്ചിട്ട് നിനക്ക് കാണിച്ചു തരാം. അപ്പൊ എന്റെ കുട്ടീന്റെ സൗന്ദര്യം നിനക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പൊ തുടച്ചിട്ട് കാണിച്ചു തരാം. തുണി എടുത്തേരെ വേണം. ഇവിടെ നോക്ക്. കുമ്മായപ്പൊടി ഞാൻ തുടച്ചാട്ടെ. അവിടെ തിക്ക് തുമ്പമ്മ. മോളെ മോളെ മോക്കുണ്ടല്ലോ ഈ സൗന്ദര്യം എവിടുന്ന കിട്ടി? അമ്മേന്റെ ആണോ അച്ഛന്റെ ആണോ? എനിക്കറിയാം. പോട്ടോ കേക്കണ്ടോ വൈശാട്ടാ അല്ലേ? എനിക്ക് അച്ഛന്റെ. അതാണ് എവിടെയോ ഒരു പൊടിക്ക് കുറവ്. അമ്മേന്റെ അച്ഛന്റെയോ? അമ്മേന്റെ അച്ഛന്റെയോ? ഒരു കേക്കോട്ടോ ഒരു കേട്ടാരാകെ നാണക്കേടാട്ടോ മോനെ. ഇപ്പൊ സുന്ദരിയായില്ല ഗൈസ്. ഓക്കെ അമ്മന്റെ ബേബി ഉക്കത്തിരിക്കും എന്നാലേ കാണുവര്. ഈ കാല് വിടറി. ആ ബേബി 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 എങ്ങനെ ബേബി. ഈ കഴുത്തുണ്ടല്ലോ അങ്ങനെ വലിച്ചു നീട്ടാൻ വല്ല ഐഡിയ ഉണ്ടോ? ഈ അച്ഛനും എന്റെ അച്ഛമ്മയൊക്കെ അവർക്ക് വേണ്ടാത്ത എല്ലാ സാധനം എനിക്കാ തന്നെന്ന് തോന്നുന്നു. ഈ കഴുത്ത് ഡബിൾ ചിഹ്നം ഇത് കാണാൻ കിട്ടില്ല. ആ സാധനം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഞാനിപ്പോ മറ്റേ ഒരു ഫേസ് മസാജർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് വേഗം അങ്ങോട്ട് ശരിയായി കിട്ടില്ല. കുഞ്ഞു കഴുത്തും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ്. ഞാൻ തന്നെ എനിക്കിഷ്ടമില്ലാത്തതാണ് കേട്ടോ. എന്നിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഡബിൾ ചിഹ്നന്റെ കുഞ്ഞു കഴുത്ത്. അയ്യോ അമ്മയ്ക്കോ? അമ്മ പെൺകുട്ടിയല്ലേ. കൊല്ലുള്ളൂ. ആ അപ്പുറത്തും. ആയ് അമ്മയുടെ പൊന്നാണ്. അമ്മക്ക് എഴുതിട്ടാണല്ലേ കൺവെൻഷൻ അല്ല പൗഡർ. അമ്മ അത് കുട്ടിക്ക് ലൊക്കേഷൻ മോനെ. ഈ കൺവെൻഷന്റെ മൂടി ഇവിടെ എവിടെയുണ്ട്? എടുത്തിട്ട് ആ തുമ്പിയെ നോക്ക്. കൺവെൻഷന്റെ മൂടി കിട്ടിയതാ. കിട്ടിയേ. ഓക്കെ ഗൈസ് ഇനി എനിക്ക് വലിയ പരിപാടികളൊന്നുമില്ല, പണികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് അലക്കാനിടാനുണ്ട് കുറച്ച്. പിന്നെ അയൽമിലിടാനുണ്ട്. ഓക്കെ ആ പരിപാടികളും കഴിയണം. അതുവരെ എന്റെ പൊന്നുമണികൾ ഇവിടെ അടങ്ങിയിരിക്കോ? ആണോ? എന്റെ സ്വത്തുമണിയാണിത്. ഓ അച്ഛനോ? അച്ഛനല്ലേ രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്ത് പോയത്. അച്ഛനും പേന പറ്റി. എനിക്കും പേനം. ഇപ്പൊ നോക്കിയേ. കൊഞ്ചാതെ പറയും മോളെ. കൊഞ്ചാതെ പറയും. എന്താ വേണ്ടത്? ഉമ്മയോ? ഇങ്ങോട്ടോ. ആ നീ കൊഞ്ചരല്ലേ? കൊഞ്ചരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞാ കൊഞ്ചൂല. ബേബി നിങ്ങൾ വിളിച്ചാ പിന്നെ കൊഞ്ചി. ബേബി
ആ ബേബി, അവന്റെ ബേബി മോളെ കൊഞ്ചല്ലേ, കൊഞ്ചാതെ പറ. എന്താണ് കൊഞ്ചരുത്, കൊഞ്ചാതെ പറ. കൊഞ്ചാതെ പറ മോളെ. നല്ലപോലെ പറ. ഇതാണ് കാര്യം. ഓക്കെ, അപ്പം ഞാൻ പോയി അലക്കാനിടട്ടെ. ബൈ. ഗൈസ്, അപ്പം നമ്മൾ ചോറ് തിന്നാണ്. ഇതാ പരിപ്പിൻ്റെ കറി, പിന്നെ അതായത് പയറിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ കറിയും പയറിൻ്റെ ഉപ്പേരിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് തിന്നാണ് ഗൈസ്. പിന്നെ ഓർഡർ ചെയ്തോ, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താലും അങ്ങനെ എല്ലാ ദിവസവും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാൻ ഞങ്ങൾ ആരുവാ? ഇടയ്ക്കൊക്കെ വാങ്ങിത്തല്ലേ, ഇന്നലെ വാങ്ങി കൊടുക്കണം ഗൈസ്. അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാവൂ. എന്നും നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചാൽ നമ്മൾ ശരിയാവില്ല. അല്ല പേടി ഓർഡർ ചെയ്ത് കഴിക്കാവൂ. ഇതൊക്കെ നല്ല സാധനമാണ്. പരിപ്പ് പയറൊക്കെ തിന്നണം. ആ, മോള് തിന്നാൻ നോക്കിയോ ഗൈസ്. തുമ്പി നല്ല മോളാണ്. ഓളെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ തിന്നുന്ന കണ്ടോ അല്ലേ? തിന്നുന്ന കാണിച്ചു. കല്ല് വെള്ളം മറിക്കല്ലേ. ദിവസം 2 എണ്ണം. അത് ഒരു നിർബന്ധം എൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെന്ന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ തല്ലി വളർത്തുന്ന മമ്മിയാണെന്ന്? ഞാൻ നല്ല അടിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അടിക്കാതെ ഒന്നും വളർത്തുന്ന ആളല്ല. അല്ലേ, വികൃതി കളിച്ചാൽ അമ്മ അടിച്ച് ശരിയാക്കുന്നു അല്ലേ? അതൊക്കെ അറിഞ്ഞാ നന്നേ. പക്ഷെ അധികം ഒന്നും അങ്ങനെ ചെയ്യാമോ? എന്ത് അങ്ങനെ ചെയ്യാമോ? ഓ, വിക്ടറി. വി ഫോർ വിക്ടറി. അതല്ലൂച്ച്. ആ, ഇങ്ങനെ ചെയ്യാവോ? അടിക്കട്ടെ ഞാനേ. ഓക്കെ, ഈ വേഗം അടുത്ത ആളാരാ വാ തുറക്കുന്നേ? അടുത്തത് ആരാ വാ തുറക്കുന്നത് നോക്കട്ടെ. ആരാ ഫസ്റ്റ് ആവുന്നത്? റെഡി? ആരാ ഫസ്റ്റ് ആവുന്നത് നോക്കട്ടെ. അമ്മ നോക്കട്ടെ. ആരാ ഫസ്റ്റ് ആവുന്നത് നോക്കട്ടെ. ഏടാ മോനെ, കണ്ടോ കണ്ടോ ഗൈസ്? പ്രത്യേക ഒരു തന്നെയാ അല്ലൂസ് ഫസ്റ്റ് ആവേ. അടുത്തത് തുമ്പി ഫസ്റ്റ് ആവണ്ടോ നോക്കട്ടെ ഗൈസ്. ഏടാ മോനെ. അടുത്തത് നോക്കട്ടെ കേട്ടോ. അവരുണ്ടല്ലോ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ നോക്കുന്ന പരിപാടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇടയ്ക്കുണ്ട്. ഇന്ന് അവന്റെ മെയിൻ കുറ്റി ഇവിടെ അല്ല. അതായത് അവന്റെ അച്ഛമ്മ, അവന്റെ അച്ഛമ്മേനും അവന്റെ അമ്മമ്മേനും കിട്ടുമ്പോൾ അവന് ഫോണ് കിട്ടുക. അച്ഛമ്മേന്റെ ഫോണും അമ്മമ്മേന്റെ ഫോണും അവന് കുത്തകയാണ്. ഓരിവിടെ എല്ലാം ഫോൺ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു ഇങ്ങനെയൊക്കെ കഴിക്കും. ഇപ്പൊ അവൻ ടാബ് ടാബ് എടുക്കും. പക്ഷെ ടാബ് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഇടയ്ക്ക് ചാർജ് നിൽക്കുന്നില്ല. അപ്പൊ അതിങ്ങനെ ചാർജിലിടുന്നു, നോക്കുന്നു, 2 മിനിറ്റ് കഴിയുമ്പോൾ ഊരുന്നു, ഓൺ ആക്കുന്നു, വീണ്ടും ഓഫ് ആവുന്നു, വീണ്ടും ചാർജ് ചെയ്യുന്നു. അതാണ് എന്റെ കുട്ടീന്റെ ഇന്നത്തെ പരിപാടി. പക്ഷെ അധികം സ്ക്രീൻ ടൈം കൊടുക്കരുതെന്ന് എനിക്ക് 2 തോന്നലുണ്ട് കേട്ടോ. അധികം അങ്ങനെ ഫോൺ അധികം കൊടുക്കരുതെന്ന് തോന്നും. പക്ഷെ ഫോണിലൂടെ നല്ല നോളജ് കിട്ടുന്നുണ്ട്, നല്ലതും ചീത്തയും കിട്ടുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം എന്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെ കാണാൻ ഞാൻ സമ്മതിക്കൂ. അങ്ങനെ അത് കല്യാണിക്ക് ഒരു മോനെ ചോർപ്പ വീണനെ പ്ലീസ്. അതിനി നാശാക്കണോ? വേണോ? തുമ്പി അതാടെ വെക്ക്. ചെറിയമ്മേന്റെ അതാടെ വാങ്ങി വെക്ക്. പ്രസവിക്കാൻ പോയൊക്കെ കൊറിയർ വന്നതാണ് ഗൈസ്. ഇവിടെ വാങ്ങി വെച്ചാൽ ചെറിയമ്മപ്പ വരും. ഇത് വാ കാണിച്ചെടുക്ക് ഗൈസ്. നോക്കിയാൽ തുമ്പി ഫസ്റ്റ്. ചെറിയമ്മ ഇവിടെ ഈ വിളിച്ചാൽ കേൾക്കണോടത്തില്ല. ചെറിയമ്മ ബേബീനെ കൊണ്ടുവരാൻ വേണ്ടിട്ടേ പോയതാണ്. ബേബീനെ തുമ്പിമൊക്കെ കളിക്കാൻ ബേബി വേണ്ടേ? അപ്പൊ ചെറിയമ്മ കുമ്പേന്ന് ബേബീനെ എടുക്കണ്ടേ? അതിന് വേണ്ടി പോയതാണ്. അപ്പൊ നമ്മൾ എമ്പാട്ടീനോട് പ്രാർത്ഥിക്കണം. നല്ല വാടക്കല്ല, ചെറിയമ്മയ്ക്കാ ബാങ്കിളുടെ വളടാനുള്ള ഇതല്ല, എന്തോ സാധനം അല്ല, കമ്മലിന്റെ ബോക്സാ കേട്ടോ തുമ്പാ. അപ്പൊ നമ്മൾ തമ്പായിനോട് പ്രാർത്ഥിക്കണം. ബേബി വേഗം സുഖമായിട്ട് വരണേ, നല്ല ബേബി ആവണേ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്ക? പൂക്കൊന്നും ഉണ്ടാവേതേ, നല്ല ബേബി ആവണേ, ചെറിയമ്മയ്ക്കും സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റണേ. ആരാല്ലേ സുഖമായിട്ട് പ്രസവിച്ച് പറയാം, അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ ഗൈസ്. ക്യാമറയിൽ നോക്ക്. ക്യാമറ നോക്ക്.
മതി. വേഗം കേറി വാ പെണ്ണേ. ഓ അമ്മച്ചിക്ക് വയ്യ. അതെന്താ നിങ്ങക്ക് എന്താണ്? എന്ത് വയ്യേ? അല്ലാത്ത തന്നെയാലേ. ഇങ്ങോട്ട് വാ, നന്നായി പിടിച്ചു കേറ്. ഇങ്ങോട്ട് വാ പൊന്നെ. ഈ വലിയ ഗുണ്ടാവണ്ട കേട്ടോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞത് ആ മുകളിലേക്ക് വന്നു. ഇനി കുറച്ച് നേരം ഇവിടെ കിടക്കും. തുമ്പമ്മേനെയും അല്ലൂനെയും എല്ലാം ഉറക്കിയാലേ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുള്ളൂ. ഗായ്സ് ഇനി ഈ 2 മുതലുകൾ ഉറങ്ങിയാലാണ് എൻ്റെ പരിപാടികൾ നടക്കുള്ളൂ. പക്ഷേ ഇവരെ കിടത്താൻ കണ്ടിട്ട് ഇവരെന്നെ ചതിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തുമ്പിയോട് ആരാ എണീക്കാൻ പറഞ്ഞേ? അവിടെ കിടക്ക്. എന്ത് കിടക്കടി? എന്നെ ചോട്ടി കളയുന്നോ? കിടക്ക് തുമ്പി പോണ ഉറങ്ങാൻ. ചീത്ത പറഞ്ഞിട്ടോ എന്നോട് പേടിയില്ല. അമ്മേന്റെ പൊന്നല്ലേ. കിടക്കുക ഉണ്ടോ? ഒറ്റ നിമിഷം കൊണ്ട് പ്ലേറ്റ് മാറി. അമ്മയുടെ പൊന്ന് അവിടെ കിടന്നേ. അമ്മ നോക്കട്ടെ. അമ്മ കിടക്ക. അമ്മേന്റെ കുട്ടി കിടക്ക്. അമ്മ നോക്കട്ടെ. പൊന്നിന് കിടക്കാൻ അറിയാൻ നോക്കട്ടെ. സ്വത്താണത്. അച്ഛനേ ഉറങ്ങാണ് ഗായ്സ്. പറയ് ആച്ചരിയോ? അല്ലുസേ വേഗം ഉറങ്ങി എണീക്കട്ടോ. ഓക്കെ ഗുഡ് നൈറ്റ് പറയും. നട്ടുച്ചയ്ക്ക് ഗുഡ് നൈറ്റ്. ടാബ് കളിക്കില്ല, കിടന്ന് ഉറങ്ങും. കിടക്കാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി കിടത്തി കുട്ടിയാ. അപ്പൊ നോക്കിയോട്ടെ ഗൈസ്, ഞാൻ എല്ലാ ദിവസവും തല കഴുകാറില്ല കേട്ടോ. ഞാൻ ഒന്നരാടം അങ്ങനെയൊക്കെ കഴുകാറുള്ളൂ. കഴുകുമ്പോൾ ഞാൻ നന്നായി എണ്ണ ഇടും, എന്നിട്ട് ഷാമ്പൂവും കൂടെ തേച്ചിട്ടാണ് കഴുകാറ്. ഓക്കെ, ഒരു കോള് വരുന്നുണ്ട് ഗൈസ്. ഇവരെ ഞാൻ ഉറക്കട്ടെ. ചില ദിവസങ്ങളിൽ ഞാൻ ഇവരെ ഉറക്കാൻ വേണ്ടി കിടക്കുന്നതാണെങ്കിൽ ഇവരെക്കാൾ മുമ്പേ ഉറങ്ങി പോകാറ് ഞാനാണ്. അങ്ങനെ ചില ദിവസം ഉണ്ടാവും. ചില ദിവസം ഇവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഓരോ ദിവസത്തിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്നെനിക്കിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് തലയൊക്കെ കുറിച്ചുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങി പോകുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഓക്കെ. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് അവരെ ഉറക്കട്ടെ ഗൈസ്. തുമ്പ ഉറങ്ങാം. ഇങ്ങോട്ട് വാ, ചൂടുണ്ട്. വാ വാ വാ, വേഗമോ വേഗമോ. പുതപ്പുണ്ടാക്കല്ലോ. ഇവിടെ ഇവരോട് പറയും മോളെ. മുടി വെട്ടാനായിരിക്കും രണ്ടാളതും. പറയും ഗൈസ് ഞങ്ങൾ ഉറങ്ങിട്ട് വരാ. പറയും ഓക്കേ. ലവ് യു. ഓ ലവ് ആണ് ഗൈസ്. അല്ലുവിനോട് അമ്മ പറഞ്ഞിട്ട് ചുമക്കുമ്പോ വാ പൊത്തണമെന്ന്. ഓക്കെ ഓക്കെ ഗൈസ്, ഞാൻ ഇവരെ ഉറക്കട്ടെ കേട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചത് നമ്മുടെ കൊറിയർ ബോയ് ആണ് കേട്ടോ. കൊറിയർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നു. തുമ്പമ്മ ഉറക്കത്തിൽ നിന്ന് ഇതുവരെ വിട്ടെണീറ്റിട്ടില്ല കേട്ടോ. കുട്ടി ആ ഒരു ആട്ടത്തിൽ തന്നെയാണുള്ളത്. താഴെ ഇതാ അച്ചച്ചനും ഇളയമയും കൂടി ഇരുന്നിട്ട് ന്യൂസൊക്കെ കാണായിരുന്നു കേട്ടോ. വൈകുന്നേരം സമയമാകുമ്പോൾ ഇവിടെ വിളക്കെത്തിക്കലും ന്യൂസും അതൊരു കോംബോ ആണ് ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ വന്ന കൊറിയർ എന്താണെന്നറിയാമെന്ന് പൊളിച്ചു നോക്കി. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് കൊളാബ് വന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അല്ലുവിന് കാണിച്ചു കൊടുത്തില്ല, സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പർക്ക് അധികം ആക്രാന്തം കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ അവിടെ എടുത്തു വെച്ചു. സോ ഇനി ചായ കുടിക്കണം. അച്ചച്ചനും ഇളയമയ്ക്കൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയത്തേ അവർ കഴിക്കാറുള്ളൂ. അപ്പോൾ അവരുടെ ചായ കുടിയൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം പുഴുങ്ങാം, എന്നിട്ട് ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പഴം പുഴുങ്ങാനൊക്കെ ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടായിരുന്നു പുഴുങ്ങാറ്. പിന്നെ ഞാനിപ്പോൾ ആവിയിൽ തന്നെ കേട്ടോ പുഴുങ്ങിയെടുക്കാറ്. പിന്നെ ഈ ഒരു കാര്യത്തിലാണ് ഞാനും അമ്മ ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കാറ്. കാരണം എത്ര ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഉണ്ടാവും എല്ലാ കുപ്പികളും അതിൻ്റെ മുകളിൽ കയറും. ഞാനവിടെ ക്ലീനാക്കി വെക്കും, പിറ്റേ ദിവസം അതേപോലെ കയറും. അങ്ങനെ കേട്ടോ. അപ്പം അതങ്ങനെയൊക്കെ അവിടെയൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ആ പഴമൊക്കെ പുഴുങ്ങി. അപ്പോൾ കണ്ടോ നെയ്യിൻ്റെ പാട്ട ഇത് കഴിഞ്ഞതായിരിക്കും, കളയാനുള്ളതായിരിക്കും. എന്നാലും അമ്മ കളയില്ല. ഇങ്ങനത്തെ എന്താ പറയുക കുപ്പികൾ കാര്യങ്ങളൊന്നും കളയാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒക്കെ എവിടെയെങ്കിലും തക്കരിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും അമ്മമാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇനി ചായ ഉണ്ടാക്കണം. ചായ ഞാൻ എപ്പോഴും ഏലക്കായിട്ട് ചായ ഉണ്ടാക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതൊക്കെ ചെയ്യുന്നതിനിടയിൽ കൂടെ ഇളയമ വന്നിട്ടുണ്ട്. ചോറ് വെന്തോ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ചോറ് തികയില്ല വെച്ചിട്ട് ഇളയമ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല. അതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
തുമ്പി അല്ലൂസും ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ നിന്ന് ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമായിരിക്കും. രണ്ട് ചിലപ്പോൾ വികൃതി കൂടെ ഉണ്ടാവും, ചിലപ്പോൾ നല്ല സ്നേഹത്തോടെ കളിക്കുന്നുണ്ടാവും. അങ്ങനെ ഇതാ പുഴുങ്ങിയ പഴം ഞാൻ ചെറുതായിട്ട് മുറിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ വിതറി എന്നാലേ പിള്ളേരെ ഇരുത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇവരെ കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എസ്പെഷ്യലി അല്ലൂട്ടനുണ്ടല്ലോ, തുമ്പിക്ക് ഇപ്പോൾ എന്ത് കൊടുത്താലും അവളിത് കഴിക്കും കേട്ടോ. അല്ലെ ഒന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്ത് നോക്കും. പക്ഷേ അല്ലൂട്ടൻ അങ്ങനെയല്ല. അല്ലൂട്ടന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മണത്ത് നോക്കിയിട്ട് പറയും എനിക്കിത് വേണ്ടാന്ന്. പിന്നെ മൂപ്പര് ആ വഴിക്കും പോയി കിട്ടൂല കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, പഴം പുഴുങ്ങി അവിടെ കൊണ്ടുവച്ചിന് അവന് ഫോക്ക് കിട്ടിയോണ്ടാണെന്നറിയില്ല ഇരുന്ന് കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മത്സരിപ്പിച്ചോ കഴിപ്പിക്കുന്നത് ഏട്ടനാണോ തുമ്പിയാണോ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് അവർ ആ ഒരു വാശിപ്പുറത്ത് കഴിക്കണേ. പിന്നെ അല്ലൂട്ടന് മസിൽ വരും. ആലപ്പുഴ ജിങ്കാന ആ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ കുട്ടി ഫുള്ള് ബോക്സിംഗ് ആണ് കേട്ടോ. അപ്പം ബോക്സിങ്ങിനൊക്കെ അതിൻ്റെയൊക്കെ മസിൽ വരണ്ടേ, ഈ എല്ലിൻ്റെ ഇടയിലൊക്കെ മസിൽ ദൂരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുക ചെയ്യുക കേട്ടോ. വലിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു പഴം ഞാൻ കഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ച 2 പഴം എനിക്ക് ദഹിച്ചു പോയിണ്ടാവും. അത്രയും കഷ്ടപ്പാടാണ്. എന്നാലും ഇവരെന്താ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പം അങ്ങനെ വായിട്ടിളക്കി കേട്ടോ. ഞാൻ ശരിക്കും ഞാനിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുകയും ചെയ്യും, നിങ്ങളെ കഴിപ്പിക്കുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ എനർജിയും കളയും ഞാൻ കഴിച്ചതൊന്നും ഒരു കാര്യത്തിനും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ ശരീരത്തിലുണ്ട്. എന്നാലും ക്ഷീണിച്ച് പോകും ഗൈസ്, അത്രയും സൈഡായി പോട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. എന്താണ്? ഈ മാസത്തെ യൂട്യൂബ് റവന്യൂ. ആക്ച്വലി ഈ മാസത്തെ യൂട്യൂബ് റവന്യൂ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈശ്വര പ്രാവശ്യം എന്താ വരാത്തതെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വന്നത്. അപ്പോൾ അല്ലോട്ട് ഉച്ചയ്ക്ക് ചോദിച്ചില്ല അമ്മയെ ഫ്രൈഡ് റൈസ് വാങ്ങി തരുമെന്ന്. അപ്പോൾ അത് ഓർമ്മ വന്ന്. പിന്നെ എപ്പോഴാണെങ്കിലും റവന്യൂ വരുന്ന ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇത് കേട്ടോ വൈശാട്ടൻ ചോദിക്കും, അല്ലാത്ത ദിവസം നീ കഴിക്കലില്ലടിയെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പം വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ തുമ്പമ്മ അവിടെ വൻ ഡാൻസാണ്. ഇളയമ്മയുടെ സീരിയലാണ്. സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസിന് വരെ എൻ്റെ തുമ്പമ്മ ഇവിടെ ഡാൻസ് കളിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഞങ്ങളെപ്പോഴും ഫ്രൈഡ് റൈസ് ലവേഴ്സാണ് ഗൈസ്. ഞാൻ എപ്പം മുതൽ അങ്ങനെ ആയതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ അവിടെ നിന്ന് ഒട്ടിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ സോസ് കണ്ട സന്തോഷമാണ് ഈ 2 പിള്ളേർക്ക് കൂട്ടാ. പിന്നെ അപ്പൂരി ആര്യനും കൂടെ എവിടെ പോയാലും ഇവർ ഫ്രൈഡ് റൈസാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായി. കല്യാണിക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് അവിടെ ബിരിയാണിയൊക്കെയാണ് പറയാറ്. വൈശാട്ടനും അതേ ബിരിയാണി. പക്ഷേ ഞാൻ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വൈശാട്ടൻ വിളിച്ചു. വൈശാട്ടൻ ഫുഡ് കഴിക്കാൻ കേട്ടോ അവിടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യും, കുറച്ച് സമയം സംസാരിക്കും, വെക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കഥ പോകുന്നത്. അങ്ങനെ ഇതാ തുമ്പമ്മ ഒരു അപ്പിടലൊക്കെ കഴിഞ്ഞ് അവളെ കഴുകിച്ചതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ചു നേരം താഴെ വരെ കളികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മുകളിലേ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ കോൾസ്, പിന്നെ കുറേ കോൾസ്, കല്യാണിയുടെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വിളി, ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടികൾ. പിന്നെ വീഡിയോ കോൾ വൈശാട്ടനെ, കട്ടേനെ, പിന്നെ അപ്പൂനെ, അമ്മമ്മനെ, അമ്മച്ചനെ വിളിച്ച്, ഇതൊക്കെ ഒരു നൈറ്റിലെ ഡെയിലി റൊട്ടീനാണ് കേട്ടോ എല്ലാവരും വിളിക്കല്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ റീനമ്മേനെ എല്ലാവരും വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ മുകളിലേക്ക് വന്നു. അപ്പൊ തുമ്പമ്മേനെ മേല് കഴുകിക്കേണ്ടി വന്നു കേട്ടോ. അവൾ അപ്പിക്കെട്ട്, പിന്നെ അതുകൊണ്ട് പിന്നെ കഴുകിച്ച് മേലൊക്കെ കഴുകിച്ചു. അല്ലുട്ടൻ ഇന്ന് ഇവര് പുറത്തൊന്നും പോയി കളിച്ചില്ല. അതുകൊണ്ട് പിന്നെ മേല് കഴിയാൻ അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അല്ലുട്ടനെ മേല് കഴിച്ചില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പരിപാടികൾ ഉണ്ടായിരുന്നത്. പിന്നെന്താ, പിന്നെ എന്റെ നൈറ്റിലെ പരിപാടികൾ എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഇനി രാത്രി ഞാൻ ഹെഡ് മസാജ് ചെയ്യും കേട്ടോ. ഡെയിലി ഒരു അധികം നേരത്തില്ല, കുറച്ചു നേരം മാത്രം ഹെഡ് മസാജ്. ഏതാണ് കുട്ടി ചെയ്യുന്നത് അവിടുന്ന് കണ്ടോ. അമ്മ എന്ത് ചെയ്യുന്നോ അത് കുട്ടി ചെയ്യും. കുട്ടി ഇവിടെ വന്ന് മസാജ് ചെയ്യൂ അമ്മയുടെ തലയില്. നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇല്ലല്ലോ കൊച്ചൂടെ നല്ലണ്ടോ? മതിയിലടി, ഇച്ചിരി കൂടെ ചെയ്തു തരുമടി. എന്റെ സൗണ്ട് പോക്കുമ്പോനെ അതിന്റെ ഇച്ചിരി ചെയ്താൽ മതി. ഭയങ്കര ഡിമാൻഡുകളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഞാന് ഇപ്പൊ ഒരു മറ്റേ സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഫേസില് അവന്റെ പൊന്നോണിത്. ഇനി കുട്ടിക്ക് ചെയ്തട്ടെ, കുട്ടിക്ക് ചെയ്തട്ടെ. കുട്ടി ഇവിടെ ഇരിക്കൂ ഗൈസ്. ഹെഡ് മസാജ് ആണ് കേട്ടോ. തുമ്പമ്മയ്ക്ക് മുടിയൊക്കെ വളർന്ന് സുന്ദരി ആവണ്ടേ, സുന്ദരി ആവണ്ടേ? യെസ് യെസ് പറ. യെസ്. പ്രത്യേക ഒരു സുഖാട്ടോ ഇത്. നമ്മൾ സ്വയം ചെയ്യുമ്പോ ഇത്ര എഫക്റ്റ് ഉണ്ടല്ലോ, പക്ഷെ ഒരാൾ ചെയ്ത് തരുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സുഖാണ്. ഓക്കെ, എന്താ തുമ്പ? നല്ല സുഖമുണ്ടോ? ഇവിടെ എല്ലാ സുഖം ചെയ്യല്ലോ കേട്ടോ. ഞാൻ രാത്രി കിടക്കുമ്പോ ഒക്കെ ചെയ്ത് കൊടുക്കും 2 പേർക്കും. അല്ലേ തുമ്പ?
എനിക്ക് ഇങ്ങനെ കാര്യം ചെയ്തു തന്നിരുന്നെങ്കിൽ പോട്ടെ വണ്ടി പോട്ടെ കണ്ടോ അമ്മയ്ക്കൊന്ന് ചെയ്താടി ഉപ്പായ കണ്ടില്ലേ നല്ല സുഖാണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. എന്നാലും ഒരാൾ ചെയ്ത് കണ്ടാൽ ഒരു സുഖാണ്. അയ്യോ എന്റെ കൂടെ കിടക്കല്ലേ. ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹെയർ ഗ്രോത്ത് കൂടും, ബുദ്ധി വർദ്ധിക്കുന്നതാണ്. അതിൽ പിന്നെ വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ല സത്യം കേട്ടോ, ബുദ്ധി വർദ്ധിക്കും. എനിക്ക് കൂടുന്നില്ല എന്ന് തോന്നുന്നു. തുമ്പ മുടി കേടാക്കല്ലോ പിന്നെ ഗൈസ്. അപ്പൊ രാത്രി ഇതൊക്കെയാണ് പരിപാടികൾ. ഇപ്പൊ സമയത്തിലായിന്ന് അറിയോ? ഒരു 9:30 6 റേഞ്ചൊക്കെ 9:30 10 കുറച്ചു നേരം ഇളയമേന്റെ കൂടെ താഴെ ഇരുന്ന് സീരിയലൊക്കെ കണ്ടിരുന്നിട്ടാ. ആ എന്ത് ആയില്ല, അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പറയാണ്. പിന്നെ കല്യാണിന്റെ വിശേഷം എന്താ വെച്ചാല്, കല്യാണിനെ ലേബർ റൂമിൽ ഇന്ന് രാവിലെ കയറ്റിയാണ് ഗൈസ്. ഈ നേരം വരെ എന്റെ കുട്ടി പ്രസവിച്ചിട്ടില്ല, നല്ല വേദന സഹിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് ഓള് നല്ല കരച്ചിലാണ്. ഓളെ കരച്ചിൽ മാത്രല്ല, ഓളെ കരച്ചിൽ കണ്ടിട്ട് ഷീബമ്മ, അതായത് കല്യാണിയുടെ അമ്മയും ഭയങ്കര കരച്ചിലാണ് അത്രേ. അങ്ങനെ അവള് വേദന തിന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. പാവം. അല്ല തിന്നാതെ നമുക്ക് വേദന ഇല്ലാണ്ട് പ്രസവിക്കാൻ കഴിയില്ലല്ലോ. എന്നാലും വേഗം ഒന്ന് എല്ലാം ഓക്കെ ആയാൽ മതിയായിരുന്നു. ആരൊക്കെയോ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, കല്യാണ ചേച്ചി ഡെലിവറി കഴിഞ്ഞൊക്കെ. ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എല്ലാവരും അറിയിക്കും ഗൈസ്. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിച്ചു നോക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് അവിടെ പോണെന്ന് അല്ല ഒച്ച ഉണ്ടാക്കലടോ, എനിക്ക് അവിടെ പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ വേഗം TV തുറക്കിയേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ കൂടെ നിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ 2 ചിടുങ്ങളെ എവിടെ ആക്കാനാ ഞാൻ? എനിക്കത് ഭയങ്കര സങ്കടമാണ്. ഞാൻ അമ്മേനോട് കുറെ പറഞ്ഞു, അമ്മ ഞാൻ പോവാ, അമ്മ മക്കളെ നോക്കി ഇരിക്കുന്നത്. അമ്മ ഉണ്ടോ കേൾക്കണേ? അമ്മ ആദ്യം ഓടി. എനിക്ക് നാളെങ്കിലും പോകണമെന്നുണ്ട്. നാളെ ഞാൻ ചിലപ്പോൾ തുമ്പീനെ അപ്പൂൻ്റെ അടുത്ത് ആര്യൻ്റെ അടുത്ത് ആക്കിയിട്ട് അല്ലുട്ടനെയും കൊണ്ട് ചിലപ്പോൾ ഞാൻ പോകും. എനിക്ക് പോകണം ഗൈസ്. കുഞ്ഞിനെ ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് അവിടെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇത് ഓ ഉപ്പായത്തായി. നാട്ടുകാരെ കുപ്പായ ഇഷ്ടായോ? നാട്ടുകാരെ കുപ്പായ ഇഷ്ടായോ? ഇതിന്റെ രാത്രിയുടെ ഹെയർ സ്റ്റൈലാണ് ഗൈസ്. എല്ലാരും പ്രാർത്ഥിക്കട്ടോ, കല്യാണിക്ക് വേഗം കുഞ്ഞിനെ ഒരു ആപത്തും ഇല്ലാണ്ട്, കല്യാണിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഡെലിവറി ഒക്കെ നടക്കാൻ. ഓക്കെ ഗൈസ്, ഈ ഒരു സാധനമാണ് ഞാനിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കണേ. എനിക്ക് കുറച്ച് റിസൾട്ട് ഉള്ള പോലെയാണ് തോന്നുന്നത് കേട്ടോ. അയ്യോ ഈ മുടി ഇതിൽ കുടുങ്ങിയില്ല. എനിക്ക് റിസൾട്ട് ഉള്ള പോലെയാണ് തോന്നുന്നത്. പിന്നെ എന്തൊക്കെയാണെങ്കിലും യൂസ് ചെയ്ത് അപ്പം തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. ഇതത് ഗൈസ് ആക്ച്വലി ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സംഭവമാണ്. അടക്ക് മോളെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഓഫ് കണ്ടിട്ട് നോക്കിയത്. ഇത് ഗൈസ് ഈ ഒരു സംഭവമല്ലേ, ഇത് ബാറ്ററി യൂസ് ചെയ്യുന്ന സംഭവമാണ്. കണ്ടിന്യൂസ്ലി ചെയ്യാൻ എനിക്ക് ആഗ്രഹം. ചില ദിവസം എന്റെ മടി എന്നെ അനുവദിക്കില്ല. ഇവക്ക് എന്താക്കാനാണ് മനുഷ്യൻ ഇത് എന്തെങ്കിലും പോയി കിട്ടട്ടെ വിചാരിക്കുമ്പോ. ആക്ച്വലി ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സെറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ രാത്രി എനിക്ക് മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്റെ ഫേസ് ഫ്രീ ആയിട്ട് ഇടാനാണ് ഇഷ്ടം. ഇത് തുറക്കട്ടെ. ഗൈസ് തുമ്പി വീണ് ഗൈസ്. തുമ്പി മോള് വീണു ഗൈസ്. ഞങ്ങൾ പേടിച്ചു പോയില്ല തുമ്പ. ഇതാ കയ്യിന്റെ ഇവിടെ കുത്തിപ്പോയി ഗൈസ്. പക്ഷെ തുമ്പി ഇപ്പൊ ഓക്കെ, ഇവള് ചിരിക്കുവേ. ചിരിച്ച് കണ്ട. ഒരു ദിവസം 2 or 3 വീഴ്ച അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. പക്ഷെ എനിക്ക് പേടിയാവും. ഒന്നാമത് ഇവിടെ എല്ലാരും ഹോസ്പിറ്റലല്ലേ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് നല്ലോണ്ട്. കാരണം ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടായാലേ ഞാൻ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ പക്ഷെ കുഴപ്പമൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഇല്ലേ ഞാൻ ഇവിടുന്ന് ആരും വിളിക്കും എനിക്ക് അറിയില്ല. എനിക്ക് ആരും ടെൻഷൻ അയച്ചു. എന്റെ ദൈവമേ എന്റെ പൊന്ന്. അപ്പത്തേക്ക് ഞാൻ വൈശാട്ടിനെ വിളിച്ചു. അങ്ങ് മാലദ്വീപ്സിലുള്ള വൈശാട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കുട്ടി വീണ് അത് ഇതൊക്കെ. വൈശാട്ടൻ എന്താക്കാൻ എന്നാലും എന്റെ സമാധാനത്തിൽ എന്തൊക്കെ പറ്റിയാൽ
സുന്ദരിയാ. നോക്കിയാ ഗൈസ്, ഇവിടെ തൊടുമ്പോൾ അവള് ചിരിക്കും നോക്ക്, ശരിക്കും വേണുണ്ടോ? ചിരിക്ക്. അമ്മേനെ പൊന്നു, അമ്മേനെ അങ്ങനെ പേടിപ്പിച്ചാൽ അമ്മ എന്ത് ചെയ്യടി? അമ്മയ്ക്ക് ലൈസൻസ് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ ഇപ്പോഴും പേടിയാ. ആ പേടിയുള്ള ഞാൻ ഈ വണ്ടി എടുത്ത് പോയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. പേടിച്ചു ഒരു നിമിഷത്തേക്ക്, പിന്നെ ഓക്കെ. കാരണം എനിക്കിത് കണ്ട് ഇപ്പോൾ ഒരു അവസ്ഥയാണ്. വീഴ്ച കണ്ടിപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്കിപ്പോൾ അവസ്ഥയാക്കുന്നു അല്ല പൊന്നാ. അമ്മയുടെ പൊന്ന്, അമ്മയുടെ ശക്കർ, അമ്മയുടെ മൂത്തുപണി, അമ്മയുടെ ഷൊണ്ണക്കട്ടി. അല്ലേ ഇടക്ക് ഞാൻ ഇന്ന് മസാജ് കംപ്ലീറ്റ് ചെയ്താട്ടെ. ഓള് മസാജിനിടെ കൺമഷി ഉടയ്ക്കാൻ വന്നതാ, അതാ ഇപ്പോൾ പറ്റിയത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ. ഉണ്ടോ, ഓൺ ഓഫ് ഓപ്പൺ. ഇത് ചിലപ്പോൾ കുറച്ച് ചെയ്തിട്ടോ ഓളൊന്ന് ഓക്കെ ആക്കി കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കണേ. ഈ പോർഷൻ ഇല്ലേ, നല്ല ഡിഫറൻസ് എനിക്ക് തോന്നലുണ്ട് ചെയ്ത് കഴിഞ്ഞപാടും പ്രത്യേകിച്ച്. പിന്നെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഒക്കെ നല്ല. അല്ല സൗണ്ട് കുറയ്ക്കടാ, അല്ല മോനെ നിന്റെ സൗണ്ട്. കുറച്ച് വലിയ ആളാവുന്നുണ്ട് ഇപ്പൊ. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഇത്ര മതി, എനിക്ക് മടുത്ത്. പിന്നെ ഓരോ സാധനം കൂടെ കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താ വെച്ചാൽ നമ്മളെ ഫേസ് മസാജറാണ്. ടോട്ടൽ സർക്കുലാർ മൂവ്മെന്റ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. എനിക്കിന്ന് വേഗം കിടക്കാനാണ് തോന്നുന്നത്. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ, തുമ്പമ്മയും അല്ലു ഉറങ്ങിയെന്നല്ലാതെ ഞാൻ ഉറങ്ങിയില്ലല്ലോ. ആദ്യം ഞാൻ രാത്രി പിന്നെ ലിബാം ഇട്ടിട്ടേന് കിടക്കലേ. അപ്പൊ ഞാൻ അങ്ങനെ രാത്രി ലിബാമോ ഫേസിലൊന്നും അപ്ലൈ ചെയ്യല്ല, ഫേസ് കഴുകി അതേപോലെ കിടക്കാന്നല്ലാണ്ട് ഒരു വൈബ്രേഷൻ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതൊരു അപ്ലൈ ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ അബ്സോർപ്ഷനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും. പക്ഷേ എനിക്ക് നൈറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഓക്കെ, അതെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള പരിപാടികൾ. അയ്യോ, ഓക്കെ, ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, വെട്ടിയിടാലൂട്ടാ ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ തുമ്പ? കൊറേ വികൃതിയും കുറച്ച് അടികിട്ടലും പിന്നെ ഞങ്ങളെ എന്താ പറയാ ഉറക്കവും പിന്നെ ഞങ്ങളുടെ കളിയും അതിന്റെ ഇടയിൽ തുമ്പമ്മേന്റെ ഒരു വീഴ്ചയും ഫുഡടിയും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ചേച്ചി? കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ആ, വീണേന്റെ ഒരു ക്ഷീണത്തിൽ ഒരു കിളി വാറിയുണ്ട് കുട്ടീന്റെ. എവിടെയാ പറ്റിയെന്ന് കാണിച്ചു കൊടുത്തേ കുഞ്ഞാ? ഇതാ ഇവിടെയാണ് ഗൈസ്, ഇവിടെ തൊടാൻ സമ്മതിക്കുമ്പോ നാളെ ഞാൻ എന്തേലും ചെയ്യേണ്ടി വരും. എണ്ണയൊക്കെ ഇട്ട് ഒഴിയട്ടെ ഞങ്ങൾക്ക്. ഞാൻ പറ്റിയല്ല, വീന് പറ്റില്ലേ? ഇത് മറ്റേ സമയം ജഗതി മോളേന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ അങ്ങ് താഴത്തേക്ക് പോയിട്ട് അത് കട്ടിലാണെന്നും താഴെ നില ഉണ്ടെന്നൊക്കെ ഓർക്കണം. യെസ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. തുമ്പി ഇങ്ങനെ ഗുഡ് നൈറ്റ്. അലീസ് ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്. ബൈ. ഞാൻ എന്റെ ടാബ് കൊണ്ടുപോയി ബൈ. ബൈ. സുത്ത് മോളാണ്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.